കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് ആരാധന കൂടാൻ പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ആരാധന നടത്തുവാനായി കടന്നു വരുന്ന ജോസഫച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ കൃപ ഈ ധ്യാനത്തിന്റെ ഉടനീളം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിനത്തെ പൂർണ്ണമായും ഏൽപ്പിക്കുന്നു. അമ്മയുടെ ശക്തി ധ്യാനത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ. അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു പാടി നമിക്കുന്നു നിമിഷം ആനന്ദരായ നിമിഷം കണ്ണീർ തുടയ്ക്കാൻ ഈശോയിടുന്ന നിമിഷം ഇത് ആരാധനയുടെ നിമിഷം ആരാധിച്ചിടുന്നു അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന
ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും എല്ലാവരും ഉടമ്പടിയിലെ നിയോഗങ്ങളെയും ലൈറ്റ് ക്യാനൽ റിക്വസ്റ്റുള്ളവർ അതിലെ നിയോഗങ്ങളെയും ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവർ അതിലെ നിയോഗങ്ങളെയും അതോടൊപ്പം ഇവിടെ ആയിരിക്കുന്നവർ നിങ്ങളുടെ ജീവിത നിയോഗങ്ങളെ എല്ലാ ഓൺലൈനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ വിഷമതകളെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ത്രിയേക ദൈവത്തിൻ്റെ കരങ്ങളെ സമർപ്പിച്ച് ഈ സമയം മൗനമായി പ്രാർത്ഥിക്കുക. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ആസ്വദിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവേ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളുടെ മേല് ടെലിവിഷൻ ചാനലിലൂടെ ഈ ശുശ്രൂഷകന്റെ പ്രാർത്ഥിക്കുന്നവന് ഈശോയെ വീണ്ടെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം. ഈ സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇരുന്നു കൊണ്ട് സ്വസ്ഥതയോടെ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ ഇരുന്ന് തന്നെ പങ്കെടുക്കുക. വർക്ക്ഷോപ്പിലും അതുപോലെ തന്നെ ഓഫീസിലുമൊക്കെ ജോലി ചെയ്യുന്നവർ അവർക്കിത് കൂടാൻ പറ്റിയ ഫ്രീ ടൈമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉള്ള സൗകര്യത്തിന് കർത്താവിൻ്റെ ശുശ്രൂഷ ക്രമീകരിക്കാവുന്നതാണ്. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അമ്മയെ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഇപ്പോഴും ഇവിടെയും പുറത്തും എല്ലായിടത്തും എവിടെയെല്ലാം കർത്താവിൻ്റെ വചനങ്ങൾ ഓൺലൈനായി കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വച്ചിട്ട് ശ്രുതികളുടെ ഈ ദിവസങ്ങളിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയിരിക്കുന്നവർ ആയിരങ്ങളാണ്. അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കിക്കൊണ്ട് പോയിരിക്കുന്നവരും അച്ഛനെ കണ്ടിട്ട് പോയിരിക്കുന്നവരും ഒക്കെ 100 മനുഷ്യരുണ്ട്. അവരുടെ മേലെല്ലാം ഈ ആരാധനയിൽ ഞാൻ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാവുന്ന പുറത്ത് അവർക്ക് പ്രോമിസ് ചെയ്തതാണ്. കർത്താവ്, ഞങ്ങളിപ്പോഴേ ഈ ആഴ്ചയിൽ കൃപാസനത്തിൽ വന്നു പോയവരെ, ഈ മാസം കൃപാസനത്തിൽ വന്നു പോയവരെ, അവരുടെ വ്യത്യസ്തങ്ങളായ ജീവിത വിഷയങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് നൽകിക്കൊണ്ട് സ്തുതിക്കുന്ന സ്തുതികളുടെ ഓരോ മകനെയും മകളെയും അവർ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും 6 നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങൾ ഒത്തിരിയേറെ കിഡ്നി രോഗികളെ അവരുടെ കിഡ്നി സ്ഥാനങ്ങളിലെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ഒത്തിരിയേറെ കരൾ രോഗികളെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മൂത്രമൊഴിക്കാൻ പറ്റാത്തവരെയും വയറ് വീർത്തുകൊണ്ടിരിക്കുന്നവരെയും സ്റ്റക്കായിരിക്കുന്നവരെയൊക്കെ വയറ് സ്റ്റക്കായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥന. അവരുടെ ദൈന്യതയുള്ള എൻ്റെ മുഖത്തേക്കുള്ള നോട്ടം കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും വിഷമം മാറിയിട്ടില്ല. അവിടെ എല്ലാം കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധി തിരുമുറുവാർന്ന വലതുകരത്തിൽ അടിപ്പടർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
കരുണയിലേത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു. യേശുവേ ആരാധന. സാമ്പത്തിക ബാധ്യതകള് 40 കോടി വരെ കടമുള്ള മനുഷ്യരെ ഈ ദിവസങ്ങളിൽ കൃപാസനത്തിൽ കണ്ടു. അതുപോലെ തന്നെ 20 ലക്ഷം 40 ലക്ഷമൊക്കെ കടമുള്ളവരെ കണ്ടു. അവിടെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് ഒന്നും വിൽക്കാനില്ല. 12 കോടി കടമുള്ളവന് വിൽക്കാനുള്ളത് വെറും 1 ഏക്കർ സ്ഥലമാണ്. 1 ഏക്കർ സ്ഥലത്തിന് ഒരിക്കലും 12 കോടി കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ മുമ്പിലെന്ന് വഴിയില്ലാതെ ഒത്തിരി പേര് ഈ ദിവസങ്ങളിലെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവേ, നീയാണ് ഞങ്ങളുടെ വഴി. പരിശുദ്ധ അമ്മയിലൂടെ അവർക്കെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ വഴികൾ ഇപ്പം തുറക്കാൻ സ്വർഗം തുറക്കണമേ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓരോ മകനെയും മകളെയും ഇന്നലെ മുതൽ ജനങ്ങൾ ഇവിടെ വരാൻ തുടങ്ങിയതാണ്. ഇന്നലെ തന്നെ രാത്രികളിലൊക്കെ വിദൂരദേശങ്ങളിലുള്ളവർ വന്ന് ഈ പ്രദേശങ്ങളൊക്കെ താമസിച്ചിട്ട് രാവിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇന്ന് ശുശ്രൂഷയ്ക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ മുഴുവനും കർത്താവേ, അങ്ങ് ഒത്തിരിയേറെ മക്കളെ കൃപാസനത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തിലെ ആരാധന നടക്കുമ്പോൾ സുഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ കൃപാസനത്തിൽ നിറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ വിശുദ്ധമായ വലതുകരം, തിരുമുറവാർന്ന വലതുകരം, അണിപ്രതാർന്ന വലതുകരം, കർത്താവിൻ്റെ സ്പർശനം കർത്താവെ ഓരോ മക്കൾക്കും ഈ നിമിഷം അനുഭവിക്കാൻ ഇടയാക്കണമേ കർത്താവെ. ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ, അങ്ങയുടെ കുരിശുമണ്ഡലത്തിൻ്റെ യോഗ്യതയാൽ, അങ്ങ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ യോഗ്യതയാൽ കർത്താവെ അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഈശോ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ. അങ്ങനെ സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണം. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേല് അടിപൊളിപ്പോൾ വൈതാഖാനം പോലെ ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഒരുമിച്ച് സ്വരത്തിൽ പാടുക. എപ്പോഴും ഈ ദിവസങ്ങളിലെ ഒരു ഡെയ്സി ജോസ് എന്നും പറഞ്ഞ് ആലപ്പുഴക്കാരത്തെ ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു. അവരുടെ സാക്ഷ്യം ഞാൻ വളരെ ശ്രദ്ധിക്കാൻ കാരണം അവർ പറഞ്ഞത്, ഞാൻ 2017-ലോ 2016-ലോ ഉടമ്പടി എടുത്തതാണ്. പിന്നീട് ആ ഉടമ്പടി പ്രത്യേക കുടുംബ സാഹചര്യം കൊണ്ട് എനിക്ക് ഉടമ്പടിയുടെ ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല, വീണുപോയെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം കുറച്ചുകൂടി രൂക്ഷമായ രീതിയിൽ വളരെ പ്രതികൂലമായി മാറി. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് ഞാൻ ചിന്തിച്ച് എങ്ങനെ രക്ഷപ്പെടും. അപ്പോഴേ എൻ്റെ മുമ്പിൽ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. എന്താണ്? അപ്പം ഞാൻ വിചാരിച്ചു, ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ ഉള്ള മാർഗം ഉടമ്പടിയാണ്. ഞാൻ വന്ന് 2ാമത് ഉടമ്പടി എടുത്തു എന്ന് പറയും. ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ മുമ്പിലുള്ള മാർഗ്ഗം എന്താ? ഈ ലോകത്താകപ്പെടെയുള്ള മാർഗ്ഗമാണ്.
അനേകായിരങ്ങൾ അവലംബിച്ചിട്ടുള്ള മാർഗമാണ്. ഒരു മാർഗവും നമ്മുടെ മുമ്പിൽ ഇല്ല. അങ്ങനെ വരുമ്പോൾ അവിടെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയൊരു മാർഗം എന്താ? വീണ്ടും വന്ന് ഉടമ്പടി എടുക്കുക. അപ്പോഴവർക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർ പറയണം. നല്ല രസമാണ്. എന്താ രസം വെച്ചാൽ അവർ പറയണത് ഇതാണ്. അവിടെ ഒരു മകൻ്റെ കാര്യമാണ് അവർ പറയണത്. ഈ മകൻ അവൻ പഠിച്ചതിന് ശേഷം നെബോഷ് അതാണ് പഠിച്ചതിന് ശേഷം എവിടെ ജോലിക്ക് പോകണം എന്നൊരു ഐഡിയ ഇല്ല. ഒരു ഐഡിയയും ഇല്ലാത്തപ്പോൾ ഒരു ഐഡിയയാണ് ഉടമ്പടി. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അങ്ങനെ വരും. ഒരു ഐഡിയയും ഇല്ലാത്തൊരു ടൈം വരും. ഹൗ ടു മൂവ്, വെയർ ടു മൂവ്, വി ഡോണ്ട് നോ, അറിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഒരു ഐഡിയയും ഇല്ലാത്തപ്പോൾ അവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അവരൊന്ന് ഉടമ്പടി എടുത്ത് ഈ മകനെ ഓർത്തിട്ടാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. ഇപ്പം പഠിച്ചു നിൽക്കുകയാണ്. പക്ഷേ എങ്ങോട്ടാണ് ഇവനെ കൊണ്ടുപോകേണ്ടത്, എവിടെ നിന്ന് ഇവന് ജോലി കിട്ടുമെന്നൊരു ഐഡിയ ഇല്ല. നമുക്ക് ഐഡിയ ഇല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഐഡിയ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇല്ല, ഒരിക്കലും ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. നമുക്കൊരു ഐഡിയ, ഒരു വിഷയത്തെക്കുറിച്ച് ഐഡിയ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിഷയം നമുക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും പറ്റത്തില്ല എന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിന് പറ്റുമെന്ന് എൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ വചനം. ഇപ്പം നമ്മൾ വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:37 പറയത്തില്ലേ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. അപ്പം നമുക്ക് സാധ്യമല്ല എന്ന് വെച്ചാൽ അതിൻ്റെ പാരലൽ ടൈം എന്താണ്? ദൈവത്തിന് സാധ്യമാണെന്നാണ്. നമുക്ക് നമ്മുടെ നെഗറ്റീവ് എപ്പോഴും വിശ്വാസിക്ക് പോസിറ്റീവായിട്ടാണ് വർക്കൗട്ട് ചെയ്യണത്. നമുക്ക് സാധ്യമല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് ഈ വിഷയം സാധ്യമാണെന്ന് അതിൻ്റെ അർത്ഥം. അല്ലാതെ നെവറായി നമ്മൾ എന്നേക്കുമായിട്ട് അത് സാധ്യമല്ല എന്നല്ല. നമുക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് സാധ്യം ആണെന്നാണ്. വൈദ്യശാസ്ത്രത്തിന് സാധ്യമല്ല. ഇപ്പം എത്ര സാക്ഷ്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങളോട്. ഇപ്പം ഒരു കാരണവശാലും മക്കളെ കിട്ടത്തില്ല, നിങ്ങൾ ഗർഭപാത്രം മുറിച്ച് കളയൂ എന്നല്ല പറഞ്ഞത്. അതിൽ നിറയെ സിസ്റ്റ് മരുന്ന് കഴിക്കും തോറും കുരുക്കളെ കൂടി വരണ ഗർഭപാത്രത്തെക്കുറിച്ച് പിന്നെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഡോക്ടർ എന്നാ പറയണത്, ഗർഭപാത്രം മുറിച്ച് കളയൂ, അല്ലെങ്കിൽ ഇനിയും ബ്ലീഡിങ് ഉണ്ടായി നിങ്ങളുടെ വെയിറ്റ് ലൂസ് ചെയ്ത് നിങ്ങൾ ചത്തുപോകും. അപ്പോഴേ വൈദ്യശാസ്ത്രം അവിടെ ഏതാണ്ട് ഇടിച്ച് നിൽക്കുക. ഇവരെന്താ ചെയ്യണത്? ഇവർ അലപ്പ കണ്ടിട്ടില്ല, ഉടമ്പടി ചെയ്തിട്ടില്ല. ഇവിടെ അമ്മ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഉടമ്പടിയുമായിട്ട് എന്തെങ്കിലും ഒരു വിദൂര ബന്ധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് പറയാനുള്ളത്. എന്താ കാര്യത്തിൽ ഇവർ ഉടമ്പടി ചെയ്തിട്ടില്ല. ഈ നേഴ്സാണ് അവർ ഉടമ്പടി ചെയ്തിട്ടില്ല. അവർ ആലപ്പുഴ വന്നിട്ടില്ല. ആരാ വന്ന് ആലപ്പുഴ? അവിടെ അമ്മ വന്നു, അമ്മായിയമ്മ വന്നു, 2 ഉടമ്പടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവിടെ ഉടമ്പടി തൈലം ആണ് ഇവരെടുത്ത് എടുത്തിട്ട് വിശ്വപ്രമാണം ചൊല്ലി അവരുടെ അടിവയറ്റ് തേക്കണ ആ ഒരു ആഴ്ച തന്നെ അവർ പ്രഗ്നൻ്റ് ആവും. ഇതാ വ്യത്യാസം. തെക്കണ അവർക്ക് ആരും അറിയത്തില്ല. ഉടമ്പടി ആലപ്പുഴത്തെ എന്തോ മാതാവിൻ്റെ എന്തോ തൈലമാണ്. ചിലർ വെളിച്ചെണ്ണ എന്നൊക്കെ പറയും. വെളിച്ചെണ്ണ അല്ല, ശുദ്ധമായ ഒലിവെണ്ണ കുർബാന അർപ്പിച്ചതിന് ശേഷം 12 തരം പ്രാർത്ഥന ചൊല്ലിയാണ് നിങ്ങൾക്ക് നേർച്ച വസ്തു തന്നിരിക്കുന്നത്. അതാണ് ഒരു തുള്ളി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ സീരിയസ് ആയിട്ട് പറയാൻ കാര്യം അതാണ്. അത് പെരട്ടുകയും ഈ മുറിച്ച് കളയാൻ പറഞ്ഞ ഗർഭപാത്രത്തിൽ കർത്താവർക്ക് കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്യുന്നു. കൈയിടിച്ച് കർത്താവ് സാക്ഷ്യം പറഞ്ഞ ഓരോ മക്കളെ ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സദയം തൊടേണേ സുഖമായി ശ്രദ്ധിപ്പാട് സദയം തൊടേണേ സുഖ
സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇത് ഒറ്റപ്പെട്ട അനുഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആകസ്മികമായി ഇപ്പം ചിലർ ദൈവത്തെ വിശ്വാസമില്ലാതെ പറയേ, ഇതിങ്ങനെ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതായിരിക്കും. കോയിൻസിഡൻസ് ഒന്നും അല്ലല്ലോ, കാണും പറയാമല്ലേ. അവിടെ ഇപ്പോൾ ഗർഭപാത്രത്തിൽ മുഴുവൻ കുരുക്കളും മരുന്ന് കഴിക്കുന്നതോറും 3 ടിപ്പടി 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലേ. ഗൾഫിൽ നിന്ന് സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വരും, ഇന്ത്യയിൽ നിന്ന് പോകും, തിരിച്ചു പോകുമ്പോൾ പിന്നെയും കുരുക്കളെ കൂടും, തിരിച്ചു വരും, മരുന്ന് കഴിക്കും, തിരിച്ചു പോകും. ഇങ്ങനെ 3ാമത്തെ പ്രാവശ്യം ഡോക്ടർ പറയണത് കട്ട് ദ വൂംബ്, വേറെ യുട്ടസ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ. വെരി സിമ്പിളാണ് യുട്ടസ് കട്ട് ചെയ്യാൻ. കട്ട് ചെയ്ത് കളയാൻ അവർക്ക് നിവർത്തിയില്ല. കാര്യം ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ട് ബ്ലീഡിങ് പോകുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇവർ ബ്ലഡ് ലൂസ് ചെയ്ത് വരും. ആളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാനുള്ള അവസാന മാർഗം കട്ട് ദ യൂട്രസ്. അത് സിമ്പിളാണ് പറയാൻ. പക്ഷേ ഈശോ പറഞ്ഞത് എന്താണ്? ഒരു യൂട്രസ് കട്ട് ചെയ്ത് കളയാൻ പറയുന്നതിനേക്കാൾ സിമ്പിളാണ് ദൈവത്തിന് അതിലൊരു കുഞ്ഞിനെ ജനിപ്പിച്ച് തരാൻ. കൈയിടിച്ച് ശ്രുതികട അരികിൽ വരണം. ഒരുകം എഴുതി ശ്രുതികട ഹലലി കൈനെറ്റത്ത് വെച്ചുകൊണ്ട് സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ കൈയടിച്ചുകൊണ്ട് ചെല്ലുകട്ടെ. കൈയടിച്ചുകൊണ്ട് പാടണ്ടേ, മഹത്വപ്പെടുത്തി പാടണ്ടേ. എരിയും മെഴുകുതിരി കൈകൾ കൂപ്പിക്കൊണ്ട് കെഞ്ചിക്കൊണ്ട് നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ കർത്താവേ, നിന്റെ നാമത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെ മേലെ, ഓരോ മകളുടെ മേലെ കർത്താവേ, അവിടെ രോഗങ്ങളുടെ മേലെ, ഭാരങ്ങളുടെ മേലെ കർത്താവിന്റെ
ആത്മാവിന്റെ ശക്തി ഒഴുകട്ടെ. കർത്താവ് സ്പർശിക്കട്ടെ. അനുപ്രഭ പോലെ വൈദ്യാഘാതം പോലെ ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. അനുപ്രഭ പോലെ വൈദ്യാഘാതം പോലെ ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും എപ്പോഴും നമ്മൾ ദൈവത്തിനെ എന്തുകൊണ്ടാണ് മഹത്വപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആഹ്ലാദിക്കണത്? കാരണം ഒന്നാമത്തെ കാര്യം, അവൻ ഇല്ലായ്മയിൽ നിന്നാണ് എല്ലാം സൃഷ്ടിച്ചത്. ബൈബിള് ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ തുടങ്ങുന്നത്. നീ നെഞ്ചത്ത് വെച്ചുകൊണ്ട് നടക്കണ ബൈബിളില്ലേ? നിന്നോട് എന്താ പറയണത്? ദൈവവേദന നീ വിഷമിക്കണ്ട. ഇല്ലായ്മയിൽ നിന്ന് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് നിൻ്റെ നെഞ്ചിലിരിക്കുന്നത്. അവൻ നിൻ്റെ ഇല്ലായ്മകളിൽ നിന്ന്. അപ്പം അമ്മ തന്നെ എന്നാ പറയണത്? യോഹന്നാൻ്റെ സുവിശേഷം നമ്മളെപ്പോഴും വായിക്കത്തില്ലേ? 2:5 എന്താണ്? ഇല്ലായ്മയാണെന്നാ പറയണത്. രണ്ടാമത് ലോകം സൃഷ്ടിക്കാൻ നേരത്ത് അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഈശോ അവൻ്റെ ആത്മാവിൽ വീണ്ടും മനുഷ്യൻ്റെ നാസികയിലേക്ക് റൂഹ എന്ന് പറഞ്ഞുകൊണ്ട് ഊതിക്കൊണ്ട് വീണ്ടും ഈ പ്രപഞ്ചത്തെ യേശുവിൽ വീണ്ടും ജനിപ്പിക്കുന്നു. നിക്കോദീമോസിനോട് പറഞ്ഞില്ലേ? എന്താ കർത്താവ് പറഞ്ഞത്? നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പടി പോലും കാണത്തില്ല. വീണ്ടും ഈ ലോകത്തെ ജനിപ്പിക്കാൻ വേണ്ടി വന്നവൻ അമ്മയുടെ സാന്നിധ്യത്തിലാണ് ജനിപ്പിക്കുന്നത്. ഈ മനുഷ്യനെ ജനിപ്പിക്കുന്നത്, വീണ്ടും ജനിപ്പിക്കുന്നത്, ആത്മാവിൽ ജനിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ പരിശുദ്ധാത്മാവിൽ എന്നെ വീണ്ടും ജനിപ്പിക്കുവാൻ ആത്മാവിന്റെ വചനങ്ങളാല് വഴി നടത്തലുകളാല് റോമ 8:14 അനുസരിച്ചുകൊണ്ട് ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുവാൻ കർത്താവേ എന്നെയും ദൈവ പൈതലാക്കുക. എന്നിലേക്ക് ആത്മാവിനെ ആവേശിപ്പിക്കണമേ. ശ്രുതികട്ടെ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളിലേക്ക് ആത്മാവിനെ ഭക്ഷിക്കണമേ. യേശുവേ ആരാധന. എൻ്റെ ദൈവവേദന നീ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, കൈകൊണ്ട്, കണ്ണുകൊണ്ടെല്ലാം. അപ്പോഴൊക്കെ നീ വിചാരിക്കണം, നിൻ്റെ ഇല്ലായ്മയെല്ലാം വീണ്ടും ഇല്ലായ്മയിൽ നിന്ന് ദൈവം ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണത് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഞങ്ങളൊക്കെ പട്ടം കിട്ടുന്ന സമയത്ത് ഞങ്ങളെ ബിഷപ്പിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ റെക്ടറച്ചനാണ്. ഞങ്ങളെ പഠിപ്പിച്ച റെക്ടറച്ചനാണ്. ഞാൻ ആലുവയിലാണ് പഠിച്ചത്. അപ്പോൾ ആലുവയിൽ നിന്ന് റെക്ടറച്ചനെന്ന് വരാൻ പാടായിരുന്നു. വൈസ് റെക്ടറിനെ വിട്ടു. വൈസ് റെക്ടറാണ് ഇയാളെ പട്ടം കൊടുക്കാൻ വേണ്ടി അഭിഷേകത്തിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഏതാണ്ട് ഇതുപോലെ ഒരു കർമ്മമാണ് പരിശുദ്ധ അമ്മ ചെയ്യണത്. ഇല്ലായ്മക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും കർത്താവിൻ്റെ അടുത്ത്. ദൈവ പൈതലേ, നിന്നെ ഇന്ന് നിൻ്റെ അമ്മ യേശുവിൻ്റെ മുമ്പിൽ
നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കൈയിട്ടിച്ച് ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 കരങ്ങളെ ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയെടുത്ത ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളെ റെക്കമെൻഡ് ചെയ്യുമ്പോഴേ, നമ്മളെ പരിശുദ്ധ അമ്മ ഈശോയുടെ നമ്മളെ റെക്കമെൻഡ് ചെയ്യുമ്പോഴേ, അമ്മ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇല്ലായ്മയെ കർത്താവിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ അല്ലേ? നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ അമ്മ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. എന്താ കാര്യം? നമ്മുടെ ഇല്ലായ്മയെ കൂടി യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. അവർക്ക് വിഞ്ഞില്ല, അവർക്ക് ജോലിയില്ല, അവൾ IELTS പാസ്സായിട്ട് അവൾ എഴുതിയിട്ട് പാസ്സാകണില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം വന്നത്. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയെടുത്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ സമർപ്പിച്ച നിയോഗങ്ങളെ അതായത് 5 പ്രാവശ്യം IELTS എഴുതി തോറ്റു. 5 പ്രാവശ്യം IELTS എഴുതി തോറ്റു. അപ്പോൾ 6ാമത്തെ പ്രാവശ്യം വന്ന് ഉടമ്പടി എടുത്ത് 6ാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി പ്രകാരം പരിശുദ്ധ അമ്മ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉടനെ യേശുവിൻ്റെ അടുത്ത് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? പാവം 5 പ്രാവശ്യം IELTS എഴുതിയിട്ടുണ്ട്, പക്ഷെ 5ഉം തോറ്റു. അവളുടെ മനസ്സിടിഞ്ഞിരിക്കുകയാണ്. അവളുടെ മനസ്സ് വിടിഞ്ഞ് അവർക്ക് മാർക്കും ഇല്ല. 2 കാര്യവും അമ്മ പറഞ്ഞ്. അപ്പോൾ 6ാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവൾ ജയിക്കുക തന്നെയല്ല, പിന്നെ അത് ഗ്രീൻ ചാനലിലൂടെ പോണ ഭയങ്കര രസമാണ് കാണാൻ. അമ്മ നിനക്ക് മാർക്ക് തന്ന് ജയിപ്പിക്കുമ്പോൾ മാർക്ക് പത്രത്തിൽ ഇങ്ങനെ മാർക്ക് ലിസ്റ്റ് കണ്ടുകൊണ്ട് സന്തോഷിച്ചിരിക്കുകയില്ല. അമ്മ നിനക്ക് മാർക്ക് തന്ന് ജയിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ജോലി കിട്ടിയെന്നതിൻ്റെ അർത്ഥം. കൈയിടിച്ച് ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നി, അയ്യോ ഉടമ്പടി എടുക്കാൻ വേറെ ഒരു മാർഗ്ഗമില്ലല്ലോ, ഉടമ്പടിയല്ലേ ഒരു മാർഗ്ഗമുള്ളൂ. പക്ഷേ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കൊരു ഐഡിയ ഇല്ല. ഇപ്പം ജോലി എങ്ങനെ കിട്ടും, കടമെങ്ങനെ പരിഹരിക്കും, രോഗമെങ്ങനെ സുഖപ്പെടും, നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ എപ്പോഴും ദൈവം പറയുന്നതാണ്, ഇന്ന് കാണുന്ന നാളെ കാണത്തില്ലെന്ന് പറയും. മാസത്ത് പ്രശ്നങ്ങൾ കൂടുമ്പോഴേ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടുമ്പോൾ ബൈബിൾ എന്താ പറയണത്? നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്ഷ്യൻസിനെ നാളെ നിങ്ങൾ കാണത്തില്ല എന്ന് പറയും. അതാണ് സംഭവം. ഇന്ന് കാണുന്ന സിസ്റ്റ്, ഇപ്പോൾ ഉടമ്പടി, ഇപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ സിസ്റ്റ് ഉണ്ടായി. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ വീണ്ടും സ്കാൻ ചെയ്ത് അപ്പോഴും സിസ്റ്റ് ഉണ്ട്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ സിസ്റ്റ് കാണുന്നില്ല. എത്ര സാക്ഷ്യം വേണം നിങ്ങൾക്ക് യൂട്യൂബിൽ? അപ്പോൾ ഇന്ന് കാണുന്ന നിങ്ങളുടെ കണ്ണീരിനെ പെടുത്തുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ, ഇപ്പം ചിലർ നമ്മളെ മാത്രം നോക്കി ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേസ് കൊടുക്കും. നമ്മളെ മാത്രം ഓഫീസുകളിലൊക്കെ നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പാരപണിയും ഇല്ലേ? എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓഫീസുകളിൽ ഓരോരുത്തർ അനുഭവിച്ച് കൂട്ടുന്നത്. അപ്പോൾ നമ്മളോർക്കും ദൈവമേ എന്തെല്ലാം സ്ഥലത്ത് ഇടിവെട്ടണ, അവൻ്റെ വീട്ടിലൊന്ന് ഇടിവെട്ടിച്ചാൽ മതിയായിരുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത കൊണ്ട് പറഞ്ഞു കൊണ്ടാണ്. ആ തെറ്റും ശരിയല്ല ഞാൻ അതിനെക്കുറിച്ച് പറയണത്. പക്ഷേ ഇവരൊക്കെ അവിടെ അവർക്ക് പൈസ ഉണ്ട്, യൂണിയനിൽ ഭയങ്കര പിടിപാടാണ്, സർക്കാരുമായിട്ട് ബന്ധമുണ്ട് ഭയങ്കര. ഇവരൊക്കെ ആരെ തൊടാനാണെന്ന് പറയും. ആരെ തൊടാനാണെന്ന് നീയൊന്നും പറയണ്ട. അമ്മ ഇങ്ങനെ കൈ നീട്ടി അവൻ തൊട്ടിരിക്കും അവിടെ. ഞാനിവിടം വരെ എത്ര മുമ്പ് കുറേ ആൾക്കാർ ഇത് പലതരത്തിലുള്ള പണിയൊക്കെ ഇച്ചിട്ടുണ്ട്. അവസാനം പുള്ളിക്കാരത്തെ വന്ന് ഇങ്ങനെ തൊട്ടു. അതുകൂടി ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അപ്പം നീ ഓർക്കണം, നിൻ്റെ പ്രതിയോഗികൾ നാളെ നിൻ്റെ സ്നേഹിതരായിട്ട് മാറും.
ആ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്ന് പ്രഖ്യാപിച്ച് കൈവർത്തിക്കൊണ്ട് എൻ്റെ പ്രതിയോഗികള് ദൈവനാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ദൈവനാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, നാളെ എൻ്റെ സ്നേഹിതരായി മാറും, നാളെ എൻ്റെ സ്നേഹിതരായി മാറും. എൻ്റെ ഇല്ലായ്മകള്, എൻ്റെ രോഗങ്ങള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ പരിശുദ്ധ കുർബാനയെ സാക്ഷ്യമാക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു. നാളെ അത് സൗഖ്യമായി മാറും. എൻ്റെ കടങ്ങള് നാളെ ഈശോയുടെ നാമത്തിലെ ഞാൻ പ്രഖ്യാപിക്കുന്നു. നാളെ അത് ധനമായി മാറും. എന്റെ തോൽവികള് ഈശോ നാമത്തിലെ ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്റെ വിജയമായി മാറും. ശ്രുതികട്ടെ, ഞങ്ങൾ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലും ഞങ്ങൾ പ്രഖ്യാപിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലും ദിവ്യകാരുണ്യ അനുഭവം നൽകണമേ.